നമസ്കാരം കൂട്ടുകാരെ. വായനാ മത്സരത്തിലെ രണ്ടാമത്തെ പുസ്തകം പരിചയപ്പെടണ്ടേ? ആദ്യം ഞാൻ ആ പുസ്തകത്തിലെ ഒരു കവിത ഇപ്പോൾ ചൊല്ലാം. കള്ളത്തരമേ കാട്ടാനറിയൂ കള്ളിപ്പൂച്ചയ്ക്കെപ്പോഴും ഉണ്ണിക്കുട്ടനു നൽകാനമ്മ കാച്ചിയ പാലിന്നെവിടെ പോയി, കാച്ചിയ പാലിന്നെവിടെ പോയി, കാച്ചിയ പാലിന്നെവിടെ പോയി. വറുത്ത മീനും ചോറും കറിയും പുറിക്കുമീതേ വച്ചില്ലേ, വറുത്ത മീനും ചോറും കറിയും പുറിക്കുമീതേ വച്ചില്ലേ. ഉറപ്പു വേണ്ട വിരുതേറിയിടും കുറുഞ്ഞിയാണെ സൂക്ഷിച്ചോ, കുറുഞ്ഞിയാണെ സൂക്ഷിച്ചോ. ഇലയ്ക്കകത്തു മാവു പരത്തി ചക്കരയപ്പം ചുട്ടില്ലേ, ഇലയ്ക്കകത്തു മാവു പരത്തി ചക്കരയപ്പം ചുട്ടില്ലേ. അടച്ചു വച്ചില്ലെങ്കിൽ അടയുടെ പൊടിയും തേടി നടന്നിടാം, അടച്ചു വച്ചില്ലെങ്കിൽ അടയുടെ പൊടിയും തേടി നടന്നിടാം. കള്ളത്തരമേ കാട്ടാനറിയൂ കള്ളിപ്പൂച്ചയ്ക്കെപ്പോഴും ഉണ്ണിക്കുട്ടനു നൽകാനമ്മ കാച്ചിയ പാലിന്നെവിടെ പോയി, കാച്ചിയ പാലിന്നെവിടെ പോയി, കാച്ചിയ പാലിന്നെവിടെ പോയി. ഈ കവിതയുടെ പേരാണ് കുറിഞ്ഞി. ഇത് നേരമില്ലുണ്ണിക്ക് എന്ന പുസ്തകത്തിലുള്ളതാണ്. ഇത് എഴുതിയത് ആരാണെന്ന് അറിയാമോ കൂട്ടുകാരെ? എടപ്പാൾ സി സുബ്രഹ്മണ്യർ എന്ന ഒരു മാഷ് എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം. 50 ബാലകവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. എല്ലാം വളരെ രസമാണ് കൂട്ടുകാരെ. പക്ഷേ ഇതിലെ അങ്ങേല് നങ്ങേലി എന്നൊരു കവിതയുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. ആ കവിത വായിച്ചാൽ നിങ്ങൾക്കും സങ്കടം വരും. ഈ പുസ്തകത്തിലെ ആദ്യത്തെ കവിതയാണ് പാവം ഉണ്ണി. ഈ കവിത മിക്ക കൂട്ടുകാരും കേട്ടിട്ടുണ്ടാവും. നേരമില്ലുണ്ണിക്കു നേരമില്ല കേട്ടിട്ടില്ലേ? ഇതിലെ കുറച്ചു വരികൾ ഞാനിപ്പോൾ ചൊല്ലാം. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിന്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല, തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ, നാലുകാൽ നാട്ടിയോരോലപ്പുറം കെട്ടി കഞ്ഞി വച്ചിടുവാൻ നേരമില്ല. ഈ കവിതകളെല്ലാം നല്ല രസമാണ് കൂട്ടുകാരെ. ഈ പുസ്തകത്തിന്റെ കൂടെ ഒരു സീഡിയും ഇതിനോടൊപ്പം ഉണ്ട്. കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾ എല്ലാവരും ഈ കവിത വായിച്ച് വായനാ മത്സരത്തിൽ പങ്കെടുക്കണേ. നന്ദി.